ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഐസ് ക്യൂബ് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിപ്പോൾ രാവിലെ ഒരെണ്ണം എടുക്കും, പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരെണ്ണം ചെയ്യാറുണ്ട്. പഫ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബ്രൈറ്റ് ആവാനൊന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഐസ് ക്യൂബ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് മറ്റുള്ള ഐസ് പാക്കേജ്. അപ്പം ഞാൻ ഇതാണ് ആദ്യം ചെയ്തെടുക്കാറ്. ഐസ് ക്യൂബിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് ഒരു എക്സസൈസ് പോലെ കവളിൽ ഇപ്പോൾ ചീക്കൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടല്ലോ. ചിലർക്ക് വേണം. അപ്പം എനിക്ക് വേണമെന്നാണ്. അപ്പം ഞാൻ ചീക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കും, മേലോട്ടൊന്നാക്കി കൊടുക്കും. എന്നിട്ട് നമ്മളത് ചെറുതായിട്ടൊന്ന് പിടിച്ചൊന്ന് സ്ട്രെച്ച് ചെയ്യേണ്ട കൊടുക്കണം. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ്. അതിപ്പോൾ രാവിലെയും ചെയ്യും, ചിലപ്പോൾ ഞാൻ രാത്രിയിലും ചെയ്യാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഫേസ് കഴുകിയാലും വെള്ളം താഴോട്ടാക്കരുത്, മേലോട്ട് വെച്ചേ ചെയ്യാവുള്ളൂ. അതുപോലെ ക്രീം തേക്കുമ്പോഴും നമ്മൾ മുകളിലോട്ടാക്കി കൊടുക്കാവുള്ളൂ. അതിനുശേഷം ഫുഡ് കഴിച്ചായിരുന്നു. ഫുഡ് എനിക്ക് രാവിലെ ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ റോക്കി കൊട്ടുന്നടിക്കോട്ട് പോയി. റോക്കിയാണ് എൻ്റെ വീട്ടിലെ ഡോഗ്. കൂട്ടി കിടക്കുമ്പോൾ അവൻ ഭയങ്കര അഭിനയമാണ്. വെളി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അഹങ്കാരമാണ്, തുള്ളിച്ചാടി ഓട്ടമാണ്. കുറച്ച് കഴിഞ്ഞ് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടിട്ടു. പിന്നീട് ഇവിടെ പറങ്കാവുണ്ട്. പറങ്കാവെന്ന് കുറച്ച് പറങ്ങാണ്ടി കിട്ടിയായിരുന്നു. അത് നമ്മൾ ചുട്ട് കഴിച്ചായിരുന്നു. ഇതേ ഓർത്തും കൊതി വിട്ടോണ്ട് നിൽക്കും ഞാൻ തിന്നുന്നത്. അങ്ങനെ ഞാൻ റോക്കി കിട്ടി കൊടുത്തു, പക്ഷെ അവൻ തിന്നില്ല. ഞാൻ നിന്നപ്പോൾ തിന്നില്ല, ഞാൻ പോയിട്ട് തിന്നെങ്കിലേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം ഞാൻ ഈ കല്ലുമിഠായിയാണ് തിന്നത്. കൊടൈക്കനാലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ആ മിഠായി. പിന്നെ അത് കഴിച്ച് കുറച്ച് നേരം. അത് ഫുള്ള് കളർ മിക്സിങ് ആയിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. ചോറിന് പുളിശ്ശേരി, മീൻ പൊരിച്ചതും പിന്നെ തോരനും ചമ്മന്തിപ്പൊടിയായിരുന്നു. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചത്. പിന്നെ നമ്മുടെ വീടിൻ്റെ മുകളിലാണ് ഓർക്കിഡ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഓർക്കിഡിന് കുറച്ച് വെള്ളം ഒഴിക്കണമായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴാണ് വെള്ളം ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാൻ പോയായിരുന്നു. പിന്നെ കുറച്ച് കണ്ണിമാങ്ങ നമ്മുടെ മാവിൽ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് പറിച്ച് അച്ചാറുകളെ കഴിച്ചു. അങ്ങനെ ഞാൻ അത് പറിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ നമ്മുടെ പഴയ വീട്ടിൽ പോയായിരുന്നു. ഇപ്പം നമ്മൾ പുതിയ വീട്ടിലാണ്. അപ്പോൾ പഴയ കുടുംബ വീട്ടിൽ പോയായിരുന്നു. അവിടെ പോയപ്പോഴത്തേന് നല്ല മഴയായിരുന്നു. അവിടെ ചെന്നപ്പോൾ മഴയായതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നായിരുന്നു. അവിടെ റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത് നോക്കാനൊക്കെയാണ് പോയത്. അപ്പോഴത്തേന് മഴയായതുകൊണ്ട് തിരിച്ചു വന്നത്. ഇതായിരുന്നു ആകാശം, മൊത്തം ഇരുണ്ട് മൂടി കിടന്നത്. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോണത് റബ്ബർ തോട്ടത്തിൽ കൂടെ. ഈ ഒരു വഴിയാണ് നമ്മൾ പോണത്. ഇത് കണ്ടാൽ മറ്റേ സിനിമയിലെ കാട് പോലെ ഉണ്ട്. ഇല്ല, പക്ഷെ ഇവിടെ പന്നിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പഠിച്ച സ്കൂളാണ്. ഞാൻ 8 തൊട്ട് +2 വരെ അതിൻ്റെ ബാക്കിൽ 2 ദൂരെയാണ് നമ്മൾ വീട്ടിലിറങ്ങിപ്പോൾ. അങ്ങനെ കുറേ നാളൊക്കെ ശേഷമാണ് ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഒരു മഴ പെയ്തത്. ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ഇന്ന് നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളൊരു കട്ടൻ കുടിച്ചായിരുന്നു. അതിന് ശേഷം
പിന്നെ വൈകിട്ടൊരു കപ്പയ്ക്ക് കിട്ടിയായിരുന്നു നമ്മുടെ അവിടുന്ന്. അപ്പോൾ ഞാൻ ആ കപ്പയ്ക്ക് കിട്ടിയ ആപ്പിൾ ഞാനത് അരച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഫേസിലിടാനായിട്ട് അങ്ങനെ ഞാനത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് സ്ലൈസർ അരിഞ്ഞിട്ട് അരച്ചെടുക്കും. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുമ്പോഴത്തേന് തേനും കൂടി വേണമെങ്കിൽ മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഞാനിങ്ങനെ ഐസ് ക്യൂബ് ആക്കി എടുക്കാറാണ്. എന്നിട്ട് ഫേസിൽ വെച്ചെടുക്കും. രാവിലെയോ രാത്രിയൊക്കെ അങ്ങനെ തേച്ച് കൊടുക്കും. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ മറ്റേ ഐസ് കട്ടയാണ് ഞാൻ രാവിലെ ചെയ്യാറുണ്ടല്ലോ, അതാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ അങ്ങ് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് വേണമ്പോൾ എടുത്ത് നമ്മുടെ ഫേസിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കണം. നമ്മുടെ ടാനൊക്കെ പോകാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്.